ഇസ്രയേലിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നിബിൻ മാക്സ്വെൽ 2 മാസം മുൻപാണ് അഗ്രികൾച്ചറൽ വിസയിൽ ഇസ്രയേലിലേക്ക് പോയത്. അവിടെ കൃഷിഫാമിൽ പണിയെടുക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുന്നത്. വാടി പനമൂട് പുരയിടത്തിൽ കാർമൽ കോട്ടേജിൽ മാക്സിന്റെയും റോസലിന്റെയും രണ്ടാമത്തെ മകനാണ് നിബിൻ. നിബിന്റെ സഹോദരനും ഇസ്രയേലിലാണ്. മരണവിവരം സഹോദരനാണ് വീട്ടുകാരെ വിളിച്ചറിയിച്ചത്. ഇല്ല, അവിടെ എംബസി കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എംബസിയായിട്ട് മറ്റേ ഇന്ത്യൻ എംബസിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ അവിടെ എന്ത് പേപ്പർ വർക്കൊക്കെ ഉണ്ട്. ആ പേപ്പർ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പെർഫോമൻസ് ടൈം എടുക്കും. 4 days എടുക്കും. 4 daysനകത്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ആരും രാവിലെ ഒരു പോലീസ് വന്നായിരുന്നു, കളക്ടർ ഓഫീസിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. പിന്നെ വേറെ പിന്നെ വന്നിരിക്കുന്ന മറ്റേ പൊളിറ്റിക്കൽ ലീഡേഴ്സാണ് വന്നിരിക്കുന്നത്. ഇല്ല ഒന്നുമില്ല. ഇവിടെ കൊണ്ടുവരുന്നത് അത് മോൻ പറഞ്ഞത് എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മോൻ അതിൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ബോഡിയുടെ കൂടെ മോൻ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മോനും ഉണ്ട്, പിന്നെ അവൻ്റെ അനിയനും ഉണ്ട്, 2 പേരുണ്ട്. ബോഡിയുടെ കാണും. ചിലപ്പോൾ ഫ്ലൈറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും, ശരി തന്നെ. പക്ഷെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് 4:30 മണിയായപ്പോൾ ഞാൻ അറിയുന്നത്. പക്ഷെ 12:15 മണിയായപ്പോഴത്തേക്ക് ഡിക്ലെയറായി മരിച്ചെന്ന് പറഞ്ഞു. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, സ്ഥിരം കണ്ടിന്യൂ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയും ഇങ്ങനെ കണ്ടിന്യൂ വിളിക്കുന്നുണ്ടായിരുന്നു. എക്സസ് സമയത്ത് എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മന്ത്രി KN ബാലഗോപാൽ, മുകേഷ് MLA തുടങ്ങിയവർ മരണവാർത്ത അറിഞ്ഞ് നിബിന്റെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി വീട്ടുകാർ അറിയിച്ചു. മിസൈൽ ആക്രമണത്തിൽ 2 മലയാളികളടക്കം 8 പേർക്കും പരിക്കേറ്റിരുന്നു. സി മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.